ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ആവേശം പകരുന്ന വലിയൊരു പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുവജനങ്ങളെയും തൊഴിലന്വേഷകരെയും ഒരേപോലെ സ്വാധീനിക്കുന്ന രീതിയിൽ PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിൽ 4 വർഷത്തെ വർധനവ് വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഈ തീരുമാനം ഉദ്യോഗാർത്ഥികളുടെ ദീർഘകാലമായുള്ള പോരാട്ടങ്ങളെയും ആവശ്യങ്ങളുടെയും വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവായ പ്രായപരിധി 36 വയസ്സായിരുന്നു. ഇതിപ്പോൾ 40 വയസ്സായി ഉയർത്തിയിരിക്കുകയാണ്. സംവരണ വിഭാഗക്കാർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇളവുകൾക്ക് പുറമെയാണ് ഈ വർധനവ് നടപ്പിലാക്കുന്നത്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു അവസരമാണ് തുറന്നു നൽകുന്നത്. പുതുക്കിയ പ്രായപരിധി ഇങ്ങനെയാണ്. ജനറൽ വിഭാഗത്തിന് പൊതുവിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ 36 വയസ്സ് വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയായിരുന്നുള്ളൂ. സർക്കാർ തീരുമാനത്തോടെ ഇത് 40 വയസ്സായി ഉയർത്തുകയും ചെയ്തു. വിജ്ഞാപനം വരുന്ന വർഷം ഉദ്യോഗാർത്ഥിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണമെന്ന നിബന്ധനയിൽ മാറ്റവുമില്ല. അതോടൊപ്പം OBC വിഭാഗക്കാർക്ക് നിലവിൽ 3 വർഷത്തെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നുണ്ട്. അതനുസരിച്ച് 39 വയസ്സ് വരെയായിരുന്നു ഇവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം. പുതിയ മാറ്റം വരുന്നതോടെ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 43 വയസ്സ് വരെ PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ പ്രായപരിധി ഇളവാണ് നിലവിലുള്ളത്. ഇതനുസരിച്ച് അവർക്ക് 41 വയസ്സ് വരെ അപേക്ഷിക്കാമായിരുന്നു. പുതിയ ഉത്തരവ് പ്രകാരം പ്രായപരിധി 45 വയസ്സായി വർദ്ധിക്കുകയും ചെയ്യും. കേരളത്തിൽ PSC പരീക്ഷകൾ എഴുതുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ കൃത്യസമയത്ത് വിജ്ഞാപനങ്ങൾ വരാതിരിക്കുകയോ കോടതി കേസുകൾ മൂലം റാങ്ക് ലിസ്റ്റുകൾ നീണ്ടുപോവുകയോ ചെയ്യുന്നത് മൂലം പല ഉദ്യോഗാർത്ഥികൾക്കും പ്രായപരിധി കടന്നുപോകുന്ന സാഹചര്യം പതിവായിരുന്നു. ഏജ് ഓവർ ആയവരുടെ സംഘടനകളും വിവിധ യുവജന പ്രസ്ഥാനങ്ങളും ദീർഘനാളായി ഈ ആവശ്യം ഉന്നയിച്ചു വരികയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ലഘൂകരിക്കാനും യുവജനങ്ങളെ സർക്കാരിലേക്ക് ആകർഷിക്കാനും ഈ തീരുമാനം സഹായിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും കൊറോണ കാലഘട്ടത്തിൽ പരീക്ഷകൾ മുടങ്ങിയതും നിയമനങ്ങൾ വൈകിയതും ഉദ്യോഗാർത്ഥികളിൽ വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. ഈ പുതിയ തീരുമാനം അവർക്ക് ലഭിക്കുന്ന വലിയൊരു ബോണസാണ്. ഈ പ്രായപരിധി വർധനവ് എല്ലാ തസ്തികകൾക്കും ഒരേപോലെ ബാധകമായിരിക്കില്ല എന്ന കാര്യം ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളിലെ തസ്തികകൾക്ക് പ്രത്യേക പ്രായപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ശാരീരിക ക്ഷമത പ്രധാനമായ ഇത്തരം തസ്തികകളിൽ പൊതുവായ പ്രായപരിധി വർധനവ് എത്രത്തോളം ബാധകമാകുമെന്ന് ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഡോക്ടർമാർ തുടങ്ങിയ തസ്തികകൾക്ക് അവയുടെ ജോലി സ്വഭാവം അനുസരിച്ച് പ്രത്യേക പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിലും മാറ്റങ്ങൾ വരുത്താൻ വകുപ്പ് തല തീരുമാനങ്ങൾ ആവശ്യമാണ്. പ്രായപരിധി വർധനവിന് പുറമെ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന മറ്റൊരു സുപ്രധാന തീരുമാനം കൂടി ഈ മന്ത്രിസഭാ യോഗത്തിലുണ്ടായി. അത് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പരിഷ്കരണമാണ്. ഇതുവരെ നിലനിന്നിരുന്ന നിയമപ്രകാരം 1947 മുൻപ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻഗാമികൾക്കും മാത്രമേ സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ എന്നൊരു നിബന്ധനയുണ്ടായിരുന്നു. ഇത് അശാസ്ത്രീയമാണെന്ന് കാലങ്ങളായി പരാതി ഉയർന്നിരുന്നു. പുതിയ തീരുമാനപ്രകാരം 1947 എന്ന വർഷം ഇനി ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡമായിരിക്കില്ല. ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികൾക്ക് അന്വേഷണത്തിനുള്ള ഒരു പ്രധാന രേഖയായി പരിഗണിക്കാം. വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി അല്ലെങ്കിൽ സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ തീരുമാനവുമായി. ഇത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് സംവരണ ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കാൻ എളുപ്പമാകും. JB കോശി കമ്മീഷന്റെ 32ഓളം പുതിയ ശുപാർശകൾ കൂടി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനും തീരുമാനമായി. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കമ്മീഷന്റെ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിലൂടെ വിവിധ സമുദായങ്ങളുടെ പരാതികൾ പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന്റെ ഈ തീരുമാനങ്ങൾ കേരളത്തിലെ തൊഴിൽ മേഖലയിലും സാമൂഹിക മേഖലയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന പ്രായം കഴിഞ്ഞുപോയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു രണ്ടാം ജന്മം പോലെയാണ്. എന്നാൽ പ്രായപരിധി കൂട്ടുന്നതോടെ മത്സരത്തിന്റെ തീവ്രത വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സർക്കാർ ഉത്തരവുകൾ പുറത്തിറങ്ങുന്നതോടെ മാത്രമേ കൃത്യമായ ചിത്രം വ്യക്തമാകൂ. കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുന്നത് ജനാധിപത്യപരമായ ഒരു നടപടിയാണെങ്കിലും പുതിയ വിജ്ഞാപനങ്ങൾ സമയബന്ധിതമായി ഇറക്കുകയും നിയമനങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ തീരുമാനത്തിന്റെ പൂർണ്ണമായ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.